ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീ സാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മലയാളികൾ ഈ മലയാളം ഫാമിലി വ്ളോഗർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരിക മല്ലു ഫാമിലിയാണ്. മല്ലു ഫാമിലിയുടെ പ്രത്യേകത, അവർ ഏറ്റവും മോശം ജീവിത സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. പ്രത്യേകിച്ച് സുജിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓർമ്മയിൽ അമ്മയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന അച്ഛൻ, മദ്യപാനിയായിട്ടുള്ള അച്ഛൻ, അങ്ങനെ വികലമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് തനിക്ക് എന്ത് തൻ്റെ സഹോദരിയെയും അമ്മയെയും രക്ഷിക്കാൻ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയും ഒരു ഓട്ടോ എടുത്ത് ഉപജീവനമാർഗം തേടുകയും അതിൻ്റെ സൈഡായിട്ട് തന്നെ സഹോദരിയും അയാളും ഒരു പഴയ ഫോണിൻ്റെ സഹായത്തോടുകൂടി ചെയ്ത ടിക്ടോക്ക് വീഡിയോസ് വൈറലാവുകയും അവരുടെ അമ്മയുടെ അസുഖം അവർക്ക് സഹതാപ തരംഗമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഈ ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോൾ അവർ യൂട്യൂബിലേക്ക് മാറി. യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു 6-7 വർഷത്തോളം അയാളുടെ ചാകര തന്നെയായിരുന്നു. മല്ലു ഫാമിലി എന്ന് പറഞ്ഞ അയാൾ ആ യൂട്യൂബിൽ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ അയാളുടെ വരുമാനം തന്നെ ഒരു 50,000 രൂപ എങ്ങോട്ടായിരുന്നു തോന്നുന്നു. അവരുടെ ഏറ്റവും ക്ലിക്കായിട്ടുള്ള റേഷനറി ബിരിയാണിയാണ് അങ്ങനെ ഒരു വീഡിയോ. അതിൽ നിന്ന് കിട്ടിയ 50,000 രൂപ, അതായത് ചെറിയ ഒരു 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വരെ കടം ചോദിച്ച് നടന്നിരുന്ന ഒരു 9ാം ക്ലാസ്സുകാർ യുവാവിനെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപ ആദ്യമായിട്ട് വരുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് തൻ്റെ ഏറ്റവും നല്ല സമയമാണ്, ഇത് മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളത്. അതിൽ പിന്നെ മല്ലു ഫാമിലിയുടെ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള വീഡിയോകൾ എല്ലാ ദിവസവും ഇന്ന സമയത്ത് അവരുടെ വീഡിയോ യൂട്യൂബിൽ വന്നിരിക്കും. അങ്ങനെ ആ ചാനൽ ഗംഭീരമായിട്ട് ക്ലിക്കാവുകയും അതിൽ ഫലമായിട്ട് സഹോദരിയെ നല്ല സ്ത്രീധനത്തുക കൊടുത്ത് വിവാഹം കഴിച്ചയക്കുന്നു. സഹോദരി തന്നെ ഇതിൻ്റെ 2.0 എന്നുള്ള ഒരു ചാനലുമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ജീവിതോപാധി യൂട്യൂബാണെന്ന് കണ്ടപ്പോൾ ഒരു 6 വർഷത്തോളം മാക്സിമം അതിനെ മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ അയാൾ പഠിച്ചു. ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന വല്ലവൻ്റെ ഓട്ടോ എടുത്ത് ഓടിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അയാൾ ഒരുപാട് ആഡംബര വാഹനം സ്വന്തമായിട്ടുള്ള ആളാണ്. അതിൽ മോഹിച്ച് വാങ്ങിയ ബൈക്ക് ഉൾപ്പെടെ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും എന്നാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹം പോവാത്ത രീതിയിൽ അവരൊരു 6-7 വർഷത്തോളം യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി. അതവർ കൃത്യമായിട്ട് ഫണ്ട് മാനേജ്മെൻറ്റ് അറിയുന്ന മിടുക്കനായിട്ടുള്ള ഒരാളാണ്. ഈ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ 4ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനെ നോക്കി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പറയണ പോലെ വെറും 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള അയാൾ അതുവരെ അയാൾ അനുഭവിച്ച ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കടം ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരായും ഇതൊക്കെ തന്നെയാണ് അയാളുടെ ജീവിത പാഠങ്ങൾ. അയാൾ കിട്ടുന്ന പൈസ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. സഹോദരിയെ വിവാഹം കഴിച്ചയക്കുന്നു, പുതിയ വസ്തു വാങ്ങുന്നു, ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ 6-7 വർഷത്തോളം അയാൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം ബുദ്ധിപരമായി വിനിയോഗിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ജീവിതത്തിൽ സെറ്റിലാവുകയും ഭംഗിയായിട്ട് അയാളുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മേല് അല്ലെങ്കിൽ തങ്ങളെ ചൊല്ലി വരുന്ന ഓരോ ആരോപണങ്ങളും അയാൾക്ക് വേദനയുള്ളതാണ്. കാരണം സുജിനെ സംബന്ധിച്ചിടത്തോളം സുജിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ക്ഷണിച്ച ആളാണ്. ധൈര്യമായിട്ട് വരും, ഇതാണ് സഹോദരിയുടെ വിവാഹത്തിൻ്റെ വേദി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഈ സബ്സ്ക്രൈബേഴ്സാണ് തങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കി തന്നതെന്നുള്ളതിൽ വളരെ നന്ദിപൂർവ്വമുള്ള ഒരാളാണ്. മനസ്സാക്ഷിയുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അനുഭവിച്ച സങ്കടവും കഷ്ടപ്പാടും ഒക്കെ കൃത്യമായിട്ട് പൈസയുടെ വില അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പൈസ അങ്ങനെ വാരിക്കോരി എറിയാറില്ല. വിവാദപരമായിട്ടുള്ള വ്യക്തി ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഒരു 3-4 വർഷം മുമ്പ് വീണ്ടും സുജിനെ വിവാദത്തിലേക്ക് നയിച്ചുവെങ്കിലും അയാളുടെ വിവാഹ ജീവിതത്തിൽ ഇത്തിരി വിള്ളലുകൾ ഉണ്ടായി. അതൊക്കെ അവർ മേക്കപ്പ് ചെയ്ത് വീണ്ടും പഴയതിനേക്കാൾ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈയിടെയായിട്ട് സുജിൻ ഒരു ഗാംബ്ലിംഗ് ഗെയിമിനെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വിവാദത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞിപ്പോൾ അയാൾ ഒരു ഫോണിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർ അയാളെ വളരെ മോശമായിട്ട് ഉഡായിപ്പ് അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചിട്ടുണ്ട്. പലതവണ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കെതിരെ അയാൾ തിരിച്ച് വീഡിയോയിലൂടെ മറുപടി ഓർക്കാറുണ്ടെങ്കിലും ഇന്നലെ അയാൾ കൊടുത്ത മറുപടി വളരെ മോശം ഭാഷയിലായിരുന്നു. അതിൻ്റെ കാരണം അയാൾ പറയുന്നത് താൻ ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്, വരുമാനത്തിനനുസരിച്ച് തന്നെ അതിൻ്റെ 1%-2% മറ്റുള്ളവർക്ക് ഫോണായിട്ടും പൈസയായിട്ടും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിൻ്റെ സ്റ്റോറി ഇടാറുണ്ട്. അപ്പോൾ അയാളിപ്പോൾ ഈ യൂട്യൂബിൽ സ്റ്റോപ്പ് ചെയ്തു. അവരുടെ ഏകദേശം വരുമാനം യൂട്യൂബിൽ കിട്ടിക്കഴിഞ്ഞു. അയാൾക്ക് മനസ്സിലായി ഇനി യൂട്യൂബിൽ നിന്നിട്ടോ അതിൻ്റെ വീഡിയോ ഇട്ട് സമയം കളഞ്ഞിട്ടോ കാര്യമില്ല, അതൊരു ശാശ്വതമായിട്ടുള്ള ഇൻകമേ അല്ല. ആ നല്ല സമയത്ത് അയാൾ അതിനെ മാക്സിമം ഉപയോഗിച്ച്
ജീവിതത്തിന് കൃത്യമായിട്ടുള്ളൊരു സെറ്റിലാക്കി കഴിഞ്ഞിട്ട് അയാളുടെ ജീവിതം ഇനി ഫർദറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അയാൾക്കൊരു ബിസിനസ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഓടുന്ന ആ ജീവിതത്തിൻ്റെ തിരക്കിലാണ്. സൈഡ് ബൈ സൈഡായിട്ട് തങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അയാൾ ഇൻസ്റ്റയിൽ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും അറിയാതെ ഒരാളെ റിവ്യൂ ചെയ്യുമ്പോൾ അയാളൊരു ഉഡായിപ്പാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മല്ലു ഫാമിലി തട്ടിപ്പാണ് എന്ന് ഒക്കെ അവരെ അടക്കം ആക്ഷേപിക്കുമ്പോൾ അതിൽ ഈ മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ അയാളുടെ അമ്മ, കുട്ടികൾ, ഭാര്യ, സഹോദരി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരെയും കൂടി ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫാമിലി വ്ളോഗേഴ്സ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കുറഞ്ഞ എണ്ണം ഫാമിലി വ്ളോഗേഴ്സാണ് പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ് ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന എന്തെങ്കിലും ചെറിയൊരു അപരാധം അത് മറ്റൊരാൾ മാക്സിമം വിവാദത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് മല്ലു ഫാമിലി ഇങ്ങനെയാണല്ലേ, മല്ലു ഫാമിലി അങ്ങനെയാണല്ലേ എന്നൊരു അടച്ച ആക്ഷേപം അവരെ ചൊല്ലി വരും. തീർച്ചയായിട്ടും അത് പാടില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ആളാണ്. ഫോണുകൾ വരെ വെറുതെ കൊടുക്കാറുണ്ട്. എന്നിട്ടും എന്നെ റിവ്യൂ ചെയ്യാൻ ഇയാൾ എന്ത് അവകാശത്തിലാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ രോഷമായിട്ട് നമ്മുടെ സുജിൻ പ്രതികരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.